നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് PSC പഠിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇപ്പം നമുക്ക് ഒരുപാട് ഓൺലൈൻ്റെ ഫെസിലിറ്റി ഇത്രയധികം ഉയർന്നു നിൽക്കുന്ന സമയത്ത് ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിന് നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ തന്നെ. ചിലവർക്ക് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തിരുന്നൊക്കെ പഠിക്കണമായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം. പക്ഷെ ചിലവർക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടി, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ടീച്ചറുടെ ഒക്കെ കീഴിൽ പഠിക്കുന്നതായിരിക്കും അവർക്ക് എഫക്റ്റീവ്. അതുപോലെ തന്നെ അവർക്കൊരു മടുപ്പ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. മടുപ്പുണ്ടാവും. ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇതിങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും വരും. നമുക്കൊരു ഡീമോട്ടിവേഷനും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു ഡീമോട്ടിവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള റിയൽ ടൈം എക്സ്പീരിയൻസിൽ നമ്മുടെ കൂടെ ഇരുന്ന് എഫേർട്ടും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മൾ തന്നെ അറിയാണ്ട് തന്നെ നമ്മളൊരു എഫേർട്ട് ഇടും. അതാണ് ഓഫ്ലൈനിലൊക്കെ പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഓഫ്ലൈൻ ബാച്ച് ആലുവയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആലുവയിൽ മാത്രമാണ് ഓഫ്ലൈൻ സെൻറ്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ടും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ PSC ക്ലാസ്സസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം.